പ്രവർത്തകർ പരസ്പരം ചെളിവാരി എറിയരുതെന്ന് നടൻ ദിലീപ്. ഫോണിലൂടെ വിളിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കരുതെന്നും ദിലീപ് പറഞ്ഞു. കോഴിക്കോട് മെട്രോ മനോരമയുമായി സിനിമാ വിശേഷങ്ങൾ പങ്കിടുകയായിരുന്നു ദിലീപ്. ചലച്ചിത്ര പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സിനിമാ കുടുംബത്തിന് ആവശ്യമില്ലെന്നാണ് ദിലീപിന്റെ അഭിപ്രായം. സിനിമയിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെളിവാരി എറിയുന്നതേ ശരിയല്ല. സിനിമാ കുടുംബത്തിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും പ്രസ് മീറ്റൊക്കെ വിളിച്ച് മീഡിയസിനെ വിളിച്ചിട്ട് നമ്മളെല്ലാം അറിയുന്നത് അതിലൂടെയാണ്. ഫോണിൽ കൂടി വിളിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങൾ. മലയാള സിനിമാ കഥയിലെ യാഥാർത്ഥ്യ ബോധ്യത്തെ കുറ്റപ്പെടുത്തുന്ന കേരളത്തിലെ പ്രേക്ഷകർ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ചില തമിഴ് സിനിമ കണ്ട് കൈയടിക്കുന്നതിനെ ദിലീപ് വിമർശിച്ചു. ഒരു ലോജിക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മലയാളികൾ ചോദിക്കും ഇത് എവിടെ നടക്കുന്നില്ല. ഇതേ നമ്മൾ തന്നെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഹിന്ദി സിനിമയും ലോജിക് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ അത് സിനിമയാണ് എന്ന് പറഞ്ഞ് കാണും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനെതിരെ പ്രതികരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഇറക്കിയാൽ സ്ഥിതി മാറുമെന്ന് ദിലീപ് ഓർമ്മിപ്പിച്ചു. ഒരു രജനീകാന്തോ ഒരു വിജയോ കയറി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ അത് പ്രതികരിക്കാൻ തയ്യാറാണ്. അവരെ സംബന്ധിച്ച് താരങ്ങൾ അവർക്കെന്തോ കണ്ട ദൈവങ്ങളെ പോലെയാണ് അവർ കാണുന്നത്. ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി എതിർപ്പ് നേരിട്ടതെന്നും ദിലീപ് വെളിപ്പെടുത്തി. എല്ലാ ആൾക്കാരും വിഷ് ചെയ്ത് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി തെന്മല എന്ന സ്ഥലത്ത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ പാർട്ടി ഓഫീസിന്റെ അവിടെ ആൾക്കാർ ഞാൻ കയ്യെ കാണിച്ചപ്പോൾ അതിൽ ഒരാളിങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എനിക്കെതിരെ ഒരാൾ റിയാക്ട് ചെയ്തപ്പോൾ ഒരുമിച്ച് എൻ്റെ ബാലൻസ് പോയി ഒരു മിനിറ്റ്. അത് ഞാൻ പിന്നെ നോക്കിയപ്പോലെ അപ്പൊ നമ്മളാണ് നീ മാറി എന്ന് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് ആളിന്ന് റേഡിയോ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് നേരം ഞാൻ ഡിസ്റ്റർബായി. അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ കയറി ഞാൻ സംസാരിച്ചു തുടങ്ങി കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ. അപ്പൊ ചാന്തുപൊട്ടൊക്കെ ഇറങ്ങി ഞാൻ സമയം. അപ്പൊ അതിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമൊന്നും ഇല്ലെന്ന് ഇവർക്ക് മനസ്സിലായപ്പോ അവര് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ അവര് ക്രൗഡിന്റെ ഇടയിൽ ഇവരുടെ ഒരു വളർച്ചയുണ്ട്. പിന്നെ കുറച്ച് ഞാൻ അവരെ തമാശയൊക്കെ പറഞ്ഞ് നോക്കുമ്പോ അതിന്റെ ഇടയിൽ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ചാന്തുവിട്ടുള്ള ഡയലോഗ് പറഞ്ഞത് മറ്റേ മാങ്ങമറി ചെലക്കുത്ത് അത് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവര് അങ്ങനെ ഓരോരുത്തർ കൈയൊക്കെ തന്നു. ഇതില് നമ്മള് കലാകാരന്മാരെ എല്ലാവരുടെയും സ്വത്താണ്. സന്തോഷ് പണ്ഡിറ്റിന് എന്തെങ്കിലും കഴിവുകൾ കാണുമെന്നും തെറ്റോ ശരിയോ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണെന്നും ദിലീപ് പറഞ്ഞു. എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടാവും സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ വിഷയത്തിൽ ഒരു കേൾവിക്കാരനും കാഴ്ചക്കാരനും മാത്രമാണ്. മനോരമ ന്യൂസ്, കോഴിക്കോട്.